തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെ പോകുന്ന പ്രീമിയം വോൾവോ ബസ് പ്ലാറ്റ്ഫോം നമ്പർ 16 പാർക്ക് ചെയ്തിരിക്കുകയാണ്. ബസ് ഉടൻ തന്നെ പുറപ്പെടുന്നതാണ്. നവകേരള ബസ് പൊതുജനങ്ങൾക്കായി യാത്ര തുടങ്ങി. ആദ്യ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക്. യാത്രക്കാരെ കയറ്റും മുമ്പ് ഒരു കുളിയും പാസാക്കി. കുളിച്ച് വൃത്തിയായി നേരെ സ്റ്റാൻഡിലേക്ക്. ആറരയോടെ യാത്രക്കാർ കയറി തുടങ്ങി. KSRTC ലിഫ്റ്റ് അടിച്ച യാത്രക്കാരുടെ കണ്ണിൽ കൗതുകം. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ബസ്സിൽ യാത്രക്കാരും ഹാപ്പി. നല്ലതായിരിക്കും, നല്ല സർവീസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ട്രെയിൻ ഒഴിവാക്കിയിട്ട് നമ്മൾ ബസ്സിൽ കയറിയത്. അല്ല, ഈ ഇതുപോലെയുള്ള ബസ്സുകൾ, സൗകര്യമുള്ള ബസ്സുകൾ KSRTCയുടെ ഇതൊരു തുടക്കമാവട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മെയ് 5 മുതൽ ബസ് സർവീസ് തുടങ്ങും. ഗരുഡ പ്രീമിയം എന്ന പേരിൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാണ് സർവീസ് നടത്തുക. സെസ്സടക്കം 1171 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഈ ബസ് ഇത്രയും പണം കൊടുത്ത് വാങ്ങിയ ബസ് ഒരു വേസ്റ്റ് ആകും എന്നുള്ള ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ മ്യൂസിയത്തിൽ വെച്ചാൽ പോലും ആളുകൾ കാണാൻ വരും, വരുമാനമുണ്ടാകുമെന്നായിരുന്നു അന്ന് AK ബാലനെ പോലെയുള്ള നേതാക്കളൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ബസ് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്നു. ഈ സംസ്ഥാന KSRTCയുടെ കീഴിൽ ഗരുഡ പ്രീമിയം വിഭാഗത്തിലാണ് ഈ ബസ് ഓടുക. അന്തർ സംസ്ഥാന പെർമിറ്റൊക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ ബസ് കോഴിക്കോട്ട് നിന്നാണ് സർവീസ് നടത്തുന്നത്. കോഴിക്കോട്ടേക്ക് പോകാനാണ് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. പിന്നെയുള്ളത് ടോയ്ലറ്റ് സംവിധാനം. കേരളത്തിൽ നമുക്ക് സാധാരണ ബസ്സുകളിൽ ഇല്ലാത്തതാണ് ടോയ്ലറ്റ് സംവിധാനം. ഈ ബസ്സിനകത്തുണ്ട്. വാഷ് ബേസ് സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ലിഫ്റ്റ് എല്ലാ യാത്രക്കാർക്കും ഇങ്ങനെ ഈ നിലയിൽ പോകാം, അല്ലെങ്കിൽ പുറകിൽ വശത്തു കൂടെ സാധാരണ നിലയിലും കയറി പോകാവുന്ന ലിഫ്റ്റാണ്. മുഖ്യമന്ത്രിക്ക് കയറിപ്പോയത് നമ്മൾ കണ്ടത് ഈ ലിഫ്റ്റിലൂടെയാണ്. ഹൈഡ്രോളിക് വലിയ വിവാദമായ കൗതുകമുള്ളൊരു ലിഫ്റ്റാണ്. നെടുമങ്ങാട് എയർപോർട്ടിൽ പോകും. ആ തനി ഇറങ്ങി അവിടെ നിന്ന് സുഖമാണ്. നല്ല അവസ്ഥയാണ്. ഞാനിവിടെ കന്യാകുമാരിയിൽ നിന്നായിരുന്നു. എങ്ങോട്ട് യാത്ര? കായംകുളം. തീരുമാനിച്ച് വന്നതാണോ അല്ലെങ്കിൽ? അല്ല, ഞങ്ങൾ വന്നപ്പോൾ അറിഞ്ഞതാ. ഞങ്ങൾ ട്രെയിൻ മിസ്സായിട്ട് വന്നതാ. അന്നേരം അറിഞ്ഞത്. അപ്പൊ പിന്നെ ഇതിൽ പോവാന്ന് കരുതി. മന്ത്രിമാരൊക്കെ സഞ്ചരിച്ച ബസ്സാണല്ലോ. അപ്പൊ ആ നിലയിൽ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? വിചാരിച്ചില്ല. അന്ന് ഞാൻ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്നായിരുന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ കയറാൻ പറ്റിയപ്പോൾ സന്തോഷം. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ യാത്രാ സൗകര്യം കൊള്ളാം. ഈ കാൽവൈ യാത്രക്കാർക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിക്കുന്ന യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ സൗകര്യങ്ങളുള്ള ബസ്സിൽ നമ്മുടെ ഫെയർ ഇച്ചിരി കൂടിയാലും നമുക്കത് കോംപ്രമൈസ് ചെയ്യാം. നല്ല സൗകര്യമുണ്ട്. ഒരു ലക്ഷറി ബസ്സാണ്. ഇതെന്തായാലും വിജയിക്കും. ഇനിയിപ്പോൾ എന്തായാലും കോഴിക്കോട് ടു ബാംഗ്ലൂരാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5-ാം തീയതി മുതൽ എന്തായാലും വിജയിക്കും അത്.